Hi dear friends, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവോലി പൊള്ളിച്ചത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മീനിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയാണെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമ്മൾ മീനിലേക്ക് മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ മീൻ നമ്മൾ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ, മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 2 ആവോലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് 1 മണിക്കൂർ ഒന്ന് മസാലയൊക്കെ പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഒരു മീനായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെക്കണം, എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മീൻ ഓരോന്നായിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം മതി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ നന്നായിട്ട് മൊരിയിച്ചെടുക്കൊന്നും വേണ്ട, പിന്നെ നമ്മളിനി വാഴയിലയിലൊക്കെ വെക്കുന്നതാണല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയാൽ നമുക്കൊന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത മീനും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ അതേ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 15 ചുവന്നുള്ളി അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പം കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 4 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 2 മീനിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മസാലപ്പൊടികളൊക്കെ ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നല്ല മസാലയൊക്കെ ഒന്ന് വഴണ്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് ഒരു 4 തക്കാളി കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കുക. ഇനി തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മളുടെ ഈ ഒരു മസാല റെഡിയായി. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല എരിവും പുളിയും എല്ലാം ഉള്ള നല്ല അടിപൊളി മസാലയാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ടൊരു വാഴയില എടുത്തിട്ടുണ്ട്, വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല അത്യാവശ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരല്പം മതി കേട്ടോ, ഒരു ചെറിയ ടീസ്പൂണോളം മതി.
അതിട്ടതിന് ശേഷം നമ്മൾ ഈ മീൻ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മീനിൻ്റെ മുകളിൽ വീണ്ടും അതേപോലെ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ മീനിലേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വാഴയില നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ വാഴയിലൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേതും നമുക്ക് ഇതുപോലെ തന്നെ കെട്ടി വെക്കണം. അപ്പോൾ 2 മീനും വാഴയിലയിൽ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ രണ്ടും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ വാഴയിലൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മളുടെ ഈ ഒരു മീൻ പൊള്ളിച്ചത് റെഡിയായി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വാഴയിലയിലായതുകൊണ്ട് തന്നെ ആ മസാലയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.